ജർമ്മനി പോകണോ പോകണ്ടയോ എന്നുള്ള കാര്യം തീരുമാനമെടുക്കണം. പോകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പോംവഴിയേ ഉള്ളൂ. നിങ്ങളുടെ ജോലിയൊക്കെ രാജിവെച്ച് ഓഫ്ലൈനായി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്ന കാര്യം. നമ്മൾ ഈ ജർമ്മൻ നേഴ്സിംഗ് പ്ലേസ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിനെ നമുക്ക് 2 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. സ്റ്റേജ് 1, സ്റ്റേജ് 2. പൊതുവെ 4 മാസം മുതൽ 8 മാസക്കാലത്തെ ദൈർഘ്യമാണ് പൊതുവെ നേഴ്സിംഗ് പ്ലേസ്മെന്റ് പ്രോസസ്സിന് ലാംഗ്വേജ് പഠനത്തിന് ശേഷം ആവശ്യമായിട്ട് വരുന്നത്. ഒരൊറ്റ ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സാവുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ചെയ്യുന്നത്. എഡ്യൂഫ്ലെയറിൽ ഏറ്റവും ശക്തമായ പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നിങ്ങളുടെ എല്ലാ ഫയലുകളും എല്ലാ കാര്യവും എഡ്യൂഫ്ലെയർ ചെയ്തു തരും. എഡ്യൂഫ്ലെയർ നേഴ്സിംഗ് പ്ലേസ്മെന്റ് ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. നിലവിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ആശങ്ക നിലവിലത്തെ ജോലി വിട്ട് റിസൈൻ ചെയ്ത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വരിക എന്നുള്ളതാണ്. അപ്പം അതിൽ അവർക്ക് കുറെ അധികം ആശങ്കകളുണ്ട്. അവരോട് എന്താ സാറിന് പറയാനുള്ളത്? നമ്മുടെ എഡ്യൂഫ്ലെയറിലെ ഒരു ദിവസം എൻക്വയറി വരുന്നതിൽ നല്ലൊരു ശതമാനം നേഴ്സുമാരുടെയാണ്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനി പോകുന്നതിനെ പറ്റിയുള്ള എൻക്വയറിയാണ് വരുന്നത്. അപ്പോൾ ഇവരെ കൗൺസിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരോട് നിങ്ങൾ ഓഫ്ലൈനായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം, എന്നാലേ പാസ്സാവാൻ വേണ്ടി പറ്റുള്ളൂ, നിങ്ങളുടെ നിലവിലുള്ള ജോലി രാജിവെച്ച് വരണം എന്ന് പറയുമ്പോൾ പല നേഴ്സുമാരും അത് ഡ്രോപ്പ് ചെയ്ത് പോകുന്നതായിട്ടാണ് നമ്മൾ പൊതുവെ കാണുന്നത്. അപ്പോൾ ഞാൻ എല്ലാ നേഴ്സുമാരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു കാര്യമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതായത് ഇത്ര വലിയ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡുകളില്ല. നമ്മൾ 8 മാസക്കാലം ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് ആയി അതിൽ ഇൻവോൾവ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവാൻ വേണ്ടി സാധിക്കൂ. നിങ്ങളുടെ ജോലി കളയാതെ ജോലി നിലനിർത്തി ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ ജോലി റിസൈൻ ചെയ്ത് നിങ്ങളുടെ വീട്ടിലെ മറ്റ് എല്ലാ സാഹചര്യങ്ങളും 8 മാസക്കാലത്തേക്ക് വേറെ ആരെങ്കിലും ഏൽപ്പിച്ച് നിങ്ങൾ ഓഫ്ലൈനായി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറായി എഡ്യൂഫ്ലെയറിലെ ക്യാമ്പസിലേക്ക് വന്നാൽ നിങ്ങളുടെ എല്ലാ ഡിസ്ട്രാക്ഷനും കളഞ്ഞ് 8 മാസക്കാലം ഫോക്കസ്ഡായി ഇത് പഠിക്കുമെന്ന് തീരുമാനമെടുത്ത് നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് പഠിക്കാനും പാസ്സാകാനും വിജയിക്കാനും സാധിക്കും. അതിനു പകരം നിങ്ങൾ ജോലിയിൽ നിന്നുകൊണ്ട് ഓൺലൈനായിട്ട് പഠിക്കാൻ ശ്രമിക്കുക, അല്ലെ ജോലിയുടെ ഒപ്പം എവിടെയെങ്കിലും ഓഫ്ലൈനായിട്ട് പോയി കുറച്ച് നാൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ പഠിക്കുന്ന സമയം നഷ്ടപ്പെടും, നിങ്ങളുടെ പണം നഷ്ടപ്പെടും, നിങ്ങളുടെ മാനസിക ക്ലേശം വളരെ കൂടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ആദ്യം തീരുമാനിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജർമ്മനി പോകണോ പോകണ്ടയോ എന്നുള്ള കാര്യം തീരുമാനമെടുക്കണം. പോകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പോംവഴിയേ ഉള്ളൂ, നിങ്ങളുടെ ജോലിയൊക്കെ രാജിവെച്ച് ഓഫ്ലൈനായി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്ന കാര്യം. അപ്പം അതിന് നിങ്ങൾ മാനസികമായി തയ്യാറാവുക, അതിന് തീരുമാനം എടുക്കുക, മുന്നോട്ട് വരിക എന്നാണ് നേഴ്സുമാരോട് എനിക്ക് പറയാനുള്ളത്. ഒരു നേഴ്സ് തീരുമാനം എടുത്തു ജർമ്മനിയിൽ പോവാം, എൻ്റെ ഇനിയുള്ള ജീവിതം ജർമ്മനിയിലാണെന്ന് ഒരു തീരുമാനം എടുത്ത് മുമ്പോട്ട് വരികയാണെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ്, എന്തൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് അവർ കടന്നു പോകേണ്ടത്? ഇതിൻ്റെ ഒരു എൻഡ് ടു എൻഡ് പ്രോസസ്സ് എന്താണ്? തീർച്ചയായും നമുക്ക് എല്ലാവർക്കും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ക്ലാരിറ്റി ആവശ്യമാണ്. ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ എന്തിനെല്ലാം കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടായാലേ അവർക്ക് തീരുമാനം എടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഈ ജർമ്മൻ നേഴ്സിംഗ് പ്ലേസ്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സിനെ നമുക്ക് 2 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. സ്റ്റേജ് 1, സ്റ്റേജ് 2. സ്റ്റേജ് 1ൽ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠനമാണ് നമ്മൾ ആവശ്യമായി വേണ്ടത്. അപ്പം അതിന് 8 മാസക്കാലമാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കേണ്ടത്. അത് A1, A2, B1, B2 4 ലെവലുകൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം. സാധാരണഗതിയിൽ ലാംഗ്വേജ് A1, A2, B1, B2, C1, C2 6 ലെവലുകളുണ്ട്. നമുക്കൊരു രജിസ്റ്റേർഡ് നേഴ്സ് ആവാൻ വേണ്ടിയിട്ട് B2 വരെയുള്ള 4 ലെവലുകളാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 4 ലെവലുകൾ പഠിച്ചു കഴിഞ്ഞ് B2വിന് നമ്മൾ അക്രഡിറ്റഡ് ഏജൻസിയുടെ എക്സാം എഴുതി പാസ്സാവും. സാധാരണഗതിയിൽ ഗോയിത്തയുടെയോ അല്ലെങ്കിൽ ടെൽക്കിൻ്റെയോ എക്സാമാണ് പൊതുവെ നേഴ്സുമാർ എഴുതുന്നത്. അതുകൂടാതെ OSD, ECL എന്ന് പറയുന്ന 2 പ്ലാറ്റ്ഫോം കൂടിയുണ്ട്. എന്നാൽ പൊതുവെ നമ്മൾ ഗോയിത്തെ ഓർ ടെൽക്ക് എക്സാം എഴുതി പാസ്സായി സർട്ടിഫൈഡ് ആയി ജർമ്മൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടാവുന്നത് വരെയാണ് 1ാമത്തെ സ്റ്റേജിൽ വരുന്നത്. അതായത് 8 മാസക്കാലത്തെ ജർമ്മൻ ലാംഗ്വേജ് പഠനം, B2വിൻ്റെ അക്രഡിറ്റഡ് ഏജൻസിയുടെ പരീക്ഷ എഴുതി പാസ്സാവൽ, ജർമ്മൻ ലാംഗ്വേജിൽ ഫ്ലുവൻസിയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലിലേക്ക് വരൽ. ഇത് 3നെ നമ്മൾ 1ാമത്തെ ഘട്ടമായിട്ട് നമുക്ക് പരിഗണിക്കാം. 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റേജ് 2 എന്ന് പറയുന്നത് അവരുടെ ജർമ്മനിയിലേക്കുള്ള പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് മിക്കപ്പോഴും അവർ ജർമ്മൻ ലാംഗ്വേജ് B2 പഠനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരംഭിക്കും. അതായത് അവരുടെ ഡോക്യുമെന്റുകൾ തയ്യാറാക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവർ ജർമ്മൻ ലാംഗ്വേജ് B2 പാസ്സായി കഴിയുമ്പോൾ അവരെ
ജർമ്മനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ ആരംഭിക്കും. അപ്പോൾ റിക്രൂട്ടറുടെ മുന്നിലുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അവർ ആദ്യമായി ഹാജരാകും. അത് ഓൺലൈനുള്ള ഇൻ്റർവ്യൂ ആണ്. റിക്രൂട്ടറെ പൊതുവെ നമ്മുടെ ഭാഷയെ സംബന്ധിച്ചുള്ള നമ്മുടെ കഴിവ് മാത്രമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഒരു നേഴ്സിംഗ് ജോലിയിലുള്ള നമ്മുടെ ഒരു ആപ്റ്റിറ്റ്യൂഡിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ചോദിച്ചുകൂടായില്ല. അതിൻ്റെ രണ്ടാമത്തെ ലെവലുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എംപ്ലോയർ ലെവലിലുള്ള ഇൻ്റർവ്യൂ ആണ്. അതായത് അവർ ജോലി ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റലുകളോ അല്ലെങ്കിൽ കെയർ ഹോമുകളോ എവിടെയാണെങ്കിൽ അതിൻ്റെ അതോറിറ്റീസിൻ്റെ ഇൻ്റർവ്യൂ ആണ് രണ്ടാമത്തെ ഘട്ടത്തിൽ നടക്കുന്നത്. ഇതിലും ഇതുപോലെ തന്നെ ഒരു നേഴ്സിംഗ് ജോലിയിലോടുള്ള അവരുടെ താല്പര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും ലാംഗ്വേജ് സ്കില്ല് മനസ്സിലാക്കുവാനും അവരെന്തുകൊണ്ടാണ് ജർമ്മനിയിൽ വരാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഈ രണ്ട് ഇൻ്റർവ്യൂകളും സക്സസ്ഫുള്ളി പാസ്സാവുന്ന നേഴ്സുമാർക്ക് ആ എംപ്ലോയറുടെ ഒരു കോൺട്രാക്റ്റ് ലഭ്യമാകും. ആ കോൺട്രാക്റ്റ് മിക്കപ്പോഴും അവരുടെ ശമ്പളത്തെ പറ്റി പലപ്പോഴും ചിലപ്പോൾ പറയും, ചിലപ്പോൾ പിന്നീടുള്ള ഡിക്ലറേഷനിലായിരിക്കും ശമ്പളത്തെ പറ്റിയൊക്കെ പറയുന്നത്. മിക്കപ്പോഴും പല കോൺട്രാക്റ്റിലും ശമ്പളമൊക്കെ പറയാറുണ്ട്. അവരുടെ അക്കോമഡേഷൻ ഉണ്ടാവും. അതായത് അവരുടെ സേവന വേതന വ്യവസ്ഥകൾ എല്ലാ കാര്യങ്ങളും വിവരിക്കുന്ന ഒരു കോൺട്രാക്റ്റ് അവർക്ക് ലഭ്യമാകും. അതിനുശേഷമാണ് അവരുടെ ജർമ്മനിയിലേക്ക് പോകാനുള്ള റിയൽ ആയിട്ടുള്ള പ്രോസസ്സുകൾ ആരംഭിക്കുന്നത്. അതായത് നമ്മൾ അവരുടെ ഡോക്യുമെൻറ്റേഷൻ, അവരുടെ ഡോക്യുമെൻറ്റുകളെല്ലാം ജർമ്മൻ ലാംഗ്വേജിലേക്ക് നമ്മൾ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് നമുക്ക് അയച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഒരുപക്ഷെ ജർമ്മനിയിലായിരിക്കും ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവരുടെ അനർക്കനം പ്രോസസ്സാണ് അതിനുശേഷം നടക്കുന്നത്. അതായത് അവരുടെ റെക്കഗ്നിഷൻ പ്രോസസ്സ് എന്ന് പറയും. അതായത് നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ഒരു നേഴ്സിംഗ് പഠനത്തിൻ്റെ സിലബസ് അല്ലെങ്കിൽ അവർ പഠിച്ച പഠനം, അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ്, ഇതും ജർമ്മനിയിലെ പഠനവും എക്സ്പീരിയൻസും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ പഠനത്തിൻ്റെ ഈക്വലൻസി, അതായത് ജർമ്മനിയിലെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള പഠനം നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ് ഈ അനർക്കനം പ്രോസസ്സ് അല്ലെങ്കിൽ റെക്കഗ്നിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം അതിന് നമ്മുടെ വിശദമായിട്ടുള്ള നമ്മുടെ പഠിച്ച സിലബസ്, നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് അവിടെ ജർമ്മനിയിൽ നോക്കി നമ്മൾ ഓരോ സബ്ജക്റ്റിൽ എത്ര അവേഴ്സ് പഠിച്ചു, എത്ര ക്ലിനിക്കൽ എക്സ്പീരിയൻസ് നമുക്കുണ്ട്, ഇതെല്ലാം പരിശോധിച്ച് അവർ ബിഷെയ്ഡ് തയ്യാറാക്കും. അതായത് അവർ ഡോക്യുമെൻ്റ് തയ്യാറാക്കും. ആ ഡോക്യുമെൻറ്റിൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ ഫുള്ളായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് അവർ ആണെങ്കിൽ നമുക്ക് ഫുൾ റെക്കഗ്നിഷൻ. ഉദാഹരണത്തിന് പറയുകയാണ്, ഒരു MSc നേഴ്സിംഗ് ഒക്കെ പഠിച്ച് ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ള നേഴ്സുമാർക്ക് പലപ്പോഴും ഫുൾ റെക്കഗ്നിഷൻ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേസമയത്ത് നമ്മുടെ നാട്ടിൽ BSc നേഴ്സിംഗ് ഒക്കെ പഠിച്ച് അത്രയധികം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാവുമ്പം അവർ ജർമ്മൻകാർ നോക്കുമ്പോൾ അവരുടെ വിദ്യാഭ്യാസമായിട്ട് നമുക്ക് ചില മേഖലകളിൽ ഡെഫിസിറ്റ് ഉണ്ടാവും. അതായത് നമ്മളിപ്പം ഒരു ക്ലിനിക്കൽ മേഖലയിൽ നമ്മളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് അത് പ്രാക്ടീസ് ചെയ്തത് ഇത്ര അവേഴ്സ് കുറവാണ്. അങ്ങനെ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് പാർഷ്യൽ റെക്കഗ്നീഷനാണ് നമ്മൾ തരുന്നത്. അതായത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാൻ അർഹരാണ്, പക്ഷെ നമുക്ക് ഡെഫിസിറ്റ് ഉണ്ട് ചില മേഖലകളിൽ. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് റെക്കഗ്നീഷൻ കിട്ടും എന്നുള്ളതാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നോ റെക്കഗ്നീഷൻ. അതായത് ഒരു തരത്തിലും നമ്മുടെ പഠനവും അവരുടെ പഠനവും തമ്മിൽ യാതൊരു വിധത്തിലും കമ്പയർ ചെയ്യാൻ പറ്റാത്തത്രത്തോളം ലോ ആണ് നമ്മുടെ പഠനമെങ്കിൽ നമുക്ക് റെക്കഗ്നീഷൻ അർഹതയില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ANM പഠിച്ച ഒരു നേഴ്സ് ഇതേപോലെ റെക്കഗ്നീഷന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് ഈ നോ റെക്കഗ്നീഷൻ കിട്ടാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫുൾ റെക്കഗ്നീഷൻ, പാർഷ്യൽ റെക്കഗ്നീഷൻ, നോ റെക്കഗ്നീഷൻ, ഈ 3 നിലയിലുള്ള ബിഷെയ്ഡ് ഡോക്യുമെൻ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഫുൾ റെക്കഗ്നീഷൻ ഉള്ള ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവാനുള്ള ലൈസൻസിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കും. പാർഷ്യൽ റെക്കഗ്നീഷനുള്ള ആളുകൾക്ക് 2 വഴികളാണുള്ളത്. ഒന്നാമത്തെ അവരുടെ ഡെഫിസിറ്റ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഏതൊക്കെ മേഖലകളിലാണോ അവരുടെ പഠനത്തിൽ കുറവുള്ളത് അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്താലും അവർക്ക് ഒരു രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ലൈസൻസിന് അപ്ലൈ ചെയ്യാം. രണ്ടാമതായിട്ടുള്ളൊരു ഓപ്ഷനാണ് കന്റനീസ് പ്രൂഫിംഗ് എക്സാം എഴുതുക എന്നുള്ളതാണ്. നമ്മുടെ ഡെഫിസിറ്റിനെ എല്ലാം മറികടക്കാനുള്ള ഒരു കാര്യമാണ് ഈ കന്റനീസ് പ്രൂഫിംഗ് എക്സാം. അതിൽ നോളജ് ടെസ്റ്റ് എന്നാണ് ജർമ്മനി പറയുന്നത്. ഈ എക്സാം എഴുതി പാസ്സാവുകയാണെങ്കിലും നമുക്ക് ഒരു റെക്കഗ്നീഷനുള്ള രജിസ്റ്റേർഡ് നേഴ്സ് ആവാനുള്ള ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൽ നമ്മൾ ഈ ഡെഫിസിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അത് കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് അത് ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്തമാണ്. അതിനൊരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഒരു ജർമ്മനിയിലെ ഒരു സ്റ്റേറ്റിൽ നമ്മൾ ഇതെല്ലാം എന്താ പറയുക, നമ്മുടെ ഡെഫിസിറ്റ് എല്ലാം നമ്മൾ ഫുൾഫിൽ ചെയ്ത് അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പം നമ്മൾ വേറെ സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ സിനാരിയോ വ്യത്യസ്തമായിരിക്കും. അപ്പം ജർമ്മനിയിൽ നമുക്ക് കോമൺ ആയി എല്ലാ സ്റ്റേറ്റിലും അപ്ലിക്കബിൾ ആയിട്ട് നമ്മുടെ ഡെഫിസിറ്റിനെ ഫുൾഫിൽ ചെയ്യാൻ കന്റനീസ് പ്രൂഫിംഗ് എക്സാം എഴുതുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ആ എക്സാം എഴുതി പാസ്സായാൽ
നമ്മൾ ത്രൂ ഔട്ട് ജർമ്മനിയിലെ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവാനുള്ള ലൈസൻസ് ഹോൾഡറായി മാറാൻ അപ്ലൈ ചെയ്ത് അങ്ങനെ ഒരു ലൈസൻസ് ഹോൾഡറായിട്ട് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും. അപ്പം അതിനുശേഷം നമ്മുടെ ഈ ഡെഫിസിറ്റിനുള്ള ഡോക്യുമെൻ്റ്, അതായത് ബിഷെയ്ഡ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ജർമ്മനി എന്നുള്ള നമ്മുടെ എംപ്ലോയർ നമുക്ക് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ പ്രിപ്പയർ ചെയ്ത് നമുക്ക് അയച്ചു തരും. അതിനുള്ളിൽ നമ്മുടെ അക്കോമഡേഷനെ സംബന്ധിച്ചുള്ള കാര്യം, ഒരു പക്ഷേ ആ ഡിക്ലറേഷനിലായിരിക്കും നമ്മുടെ സാലറി കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഡോക്യുമെന്റുകൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള മറ്റ് ഡോക്യുമെന്റുകൾ കൂടി കമ്പൈൻ ചെയ്തിട്ട്, അതായത് നമ്മുടെ ഇൻഷുറൻസ് ഡോക്യുമെന്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ CSP പോർട്ടലിൽ പ്രീ അപ്രൂവലിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ടെമ്പററി ആയിട്ടുള്ള അപ്രൂവൽ ലഭിക്കും. ഈ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ VFSൽ ഡയറക്റ്റ് ആയിട്ട് വിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റുകൾ തയ്യാറാക്കി നമ്മൾ VSFൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഹാജരാകും കാൻഡിഡേറ്റ്. അവിടെ ഒരു ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. CSP അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ വിസ സ്റ്റാമ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഇതിന് എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ പൊതുവെ 4 മാസം മുതൽ 8 മാസക്കാലത്തെ ദൈർഘ്യമാണ് പൊതുവെ ഒരു നേഴ്സിംഗ് പ്ലേസ്മെന്റ് പ്രോസസ്സിന് ലാംഗ്വേജ് പഠനത്തിന് ശേഷം ആവശ്യമായിട്ട് വരുന്നത്. ഇതിൽ മെജോറിറ്റി താമസം വരുന്നത് ബിഷെയ്ഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാലതാമസമാണ്. അതായത് നമ്മുടെ റെക്കഗ്നിഷനിലുള്ള നമ്മൾ പാർഷ്യൽ റെക്കഗ്നിഷൻ ആണോ, ഫുൾ റെക്കഗ്നിഷൻ ആണോ, നോ റെക്കഗ്നിഷൻ ആണോ എന്നുള്ള തീരുമാനം എടുക്കുന്നതിന് ജർമ്മൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നേഴ്സിംഗ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള, നമ്മുടെ നാട്ടിലെ നേഴ്സിംഗ് കൗൺസിൽ പോലെയുള്ള ജർമ്മനിയിലെ അതാത് സ്റ്റേറ്റിലെ റെക്കഗ്നൈസ്ഡ് ആയിട്ട് ബോഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കാലതാമസം കൊണ്ടാണ് ഈ 8 മാസത്തോളമൊക്കെ പലപ്പോഴും നേഴ്സുമാരെ പ്ലേസ്മെന്റിന് കാലദൈർഘ്യം ഉണ്ടാകുന്നത്. എന്നാൽ ഈ ബിഷെയ്ഡ് എന്ന് പറയുന്ന കാര്യം ജർമ്മനിയിൽ ചെന്നിട്ട് ചെയ്യുന്ന പല റിക്രൂട്ടേഴ്സ് ഉണ്ട്, പല എംപ്ലോയേഴ്സ് ഉണ്ട്. പക്ഷെ അവർക്ക് അതിനുള്ളിൽ വലിയൊരു റിസ്ക് ഉണ്ട്. അതായത് ഒരു നേഴ്സിനെ ഓൺബോർഡ് ചെയ്ത് ജർമ്മനിയിൽ എത്തിച്ചു കഴിഞ്ഞിട്ട് അവർ നോ റെക്കഗ്നീഷൻ ആണെന്നെങ്ങാനും പ്രൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ നേഴ്സിനെ തിരിച്ച് നാട്ടിലേക്ക് അയക്കാനേ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ഒരുപാട് സാമ്പത്തികമായ ചെലവുകളൊക്കെ അവർക്കുണ്ടാവും. അതേ സമയത്ത് അത് ധൈര്യപൂർവ്വം അവരുടെ ഡോക്യുമെന്റ് ഒക്കെ നോക്കി ഇവർ പാർഷ്യൽ റെക്കഗ്നീഷനോ ഫുൾ റെക്കഗ്നീഷനോ ആയിരിക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കുന്ന എംപ്ലോയേഴ്സ് പലപ്പോഴും ബിഷെയ്ഡ് ജർമ്മനിയിൽ ചെന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെ ആവുന്ന സന്ദർഭത്തിൽ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നേഴ്സുമാർക്ക് ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. അവരുടെ പ്രോസസ്സിന് ഒരു 3 മുതൽ 4 മാസം സമയത്തിനുള്ളിൽ അവർക്ക് ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. എഡ്യൂഫ്ലെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി റിക്രൂട്ടേഴ്സ് ഇതുപോലെ ബിഷെയ്ഡ് ജർമ്മനിയിൽ ചെന്ന് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ്. അവർക്ക് കാരണം വളരെ പെട്ടെന്ന് നേഴ്സുമാരെ അവിടെ എത്തിക്കാനായിട്ട് ആഗ്രഹമുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് പ്രോസസ്സ് ചെയ്യുന്ന പല നേഴ്സുമാർക്കും 3 മുതൽ 4 മാസം കൊണ്ട് ജർമ്മനിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നത്. ജർമ്മൻ നഴ്സിംഗ് പ്ലേസ്മെന്റിന്റെ ഈ പ്രോസസ്സുകൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു നഴ്സ് മനസ്സിലാക്കുന്നുണ്ടാവുന്നത്. അപ്പം അവർ ഇതിനെക്കുറിച്ചൊക്കെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരം കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അവർ ഒറ്റ ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സാവുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ചെയ്യുന്നത്. എഡ്യൂഫ്ലെയറിൽ ഏറ്റവും ശക്തമായ പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നിങ്ങളുടെ എല്ലാ ഫയലുകളും എല്ലാ കാര്യവും എഡ്യൂഫ്ലെയർ ചെയ്തു തരും. നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സായ ഒരു നേഴ്സാണെങ്കിൽ നിങ്ങളുടെ പ്രോസസ്സുകൾ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിങ്ങളെ ജർമ്മനിയിൽ എത്തിച്ച് ഒരു നേഴ്സിംഗ് ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാൻ എഡ്യൂഫ്ലെയറിന് സാധിക്കും. ഇപ്പം ഒരു നേഴ്സ് പാസ്സായി വന്നു കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും ജർമ്മനിയിൽ എത്താനുള്ളത്? എനിക്ക് ഇന്ന് പോകാൻ പറ്റുമോ, നാളെ പോകാൻ പറ്റുമോ എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് അവരുടെ മുൻപിലുള്ള ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്നത്. അപ്പം കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ്സുകളുടെ സ്റ്റെപ്പുകൾ സാർ എക്സ്പ്ലെയിൻ ചെയ്തു. എന്നിരുന്നാലും ആളുകൾക്ക് ഒരു ആശങ്കയുണ്ട്, എനിക്ക് പെട്ടെന്ന് പോകണം എന്നുള്ളതാണല്ലോ എല്ലാവരുടെ മനസ്സിലുള്ള ഒരു ആശങ്ക. അപ്പം ആ ഒരു ടൈം ഫ്രെയിം ഇപ്പം 3-4 മാസമോ അല്ല അതിനുശേഷമൊക്കെ ടൈം എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സാറ് പറഞ്ഞപ്പം അവർ എന്തൊരു ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടാണ് ആ ഒരു ടൈം ഫ്രെയിമിൽ വെയിറ്റ് ചെയ്യേണ്ടത്? നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജ് പാസ്സായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ജർമ്മനിയിൽ എത്തണം എന്ന് ആഗ്രഹിച്ചാണ് അവരെ നിൽക്കുന്നത്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ സാഹചര്യം അങ്ങനെയാണ്. അവിടെ ചെന്നാൽ ഉടനെ വരുമാനം കിട്ടും, ശമ്പളം കിട്ടും, ലാംഗ്വേജ് പാസ്സായി പോയില്ലേ എന്ന് നാട്ടിലെല്ലാ ആളുകളും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. അവർക്ക് സ്പീഡിൽ പോകണമെന്ന് അവരെ ആഗ്രഹിക്കുന്നതിനെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നേഴ്സുമാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു ലെങ്തി പ്രോസസ്സാണ്. ഇതിൽ പല ആളുകൾ പല പ്രോസസ്സുകൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ റിക്രൂട്ടറുണ്ട്, എംപ്ലോയറുണ്ട്, ജർമ്മനിയിലെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസികളുണ്ട്, ഇവിടെ നിങ്ങളുടെ പ്രോസസ്സ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്, CSP പോർട്ടലുണ്ട്, VFS ഉണ്ട്, നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്, നിങ്ങളുടെ വിസയുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഇതിന് ഏറ്റവും ചുരുങ്ങിയത് 4 മാസം മുതൽ 8 മാസം വരെയുള്ള ഡ്യൂറേഷൻ ആവശ്യമാണ്. ഇതിൽ തന്നെ ലെങ്തി ആയിട്ടുള്ള ടൈം വരുന്ന ബിഷെയ്ഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിനാണ്. ഇല്ലെങ്കിൽ നമുക്ക് പൊതുവെ
എഡ്യൂഫ്ലെയറിൽ നിന്ന് തന്നെ വിത്തിൻ 2 months കൊണ്ട് ജർമ്മനിലേക്ക് ഫ്ലൈ ചെയ്തിട്ടുള്ള നേഴ്സുമാരുണ്ട്. അപ്പം ഇതെല്ലാം എക്സെപ്ഷണൽ കേസുകളാണ്. നമുക്ക് ജനറലി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 4 മാസം മുതൽ 8 മാസം വരെ സമയം എടുക്കും എന്നുള്ളതാണ്. നേഴ്സുമാർ ഈ സമയം ക്ഷമയോടുകൂടി കാത്തിരിക്കുകയും അവരുടെ ലാംഗ്വേജ് സ്കില്ല് ഒട്ടും താഴെ പോകാതെ അതിനെ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും സന്തോഷത്തോടുകൂടി ഈ സമയത്ത് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നേഴ്സുമാരോട് പറയാനുള്ളത്. സർ, എഡ്യൂഫ്ലെയറിൽ നമ്മൾ നഴ്സിംഗ് പ്ലേസ്മെന്റ് ചെയ്യുന്നത് അബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റിലാണ്, ഒരു പോലും സർവീസ് ചാർജ് വാങ്ങാതെയാണ്. എനിക്ക് തോന്നുന്നു രജിസ്ട്രേഷൻ എമൗണ്ട് മാത്രമാണ് അവർ പേ ചെയ്യേണ്ടത്. പക്ഷേ പല കൺസൾട്ടൻസികളും ലക്ഷങ്ങൾ സർവീസ് ചാർജ് ഒക്കെ വാങ്ങിയിട്ട് ജർമ്മനിലേക്കുള്ള നഴ്സിംഗ് പ്ലേസ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവും, ഇത് ആക്ച്വലി ഈ പ്രോസസ്സിന് പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കൊടുക്കാമോ? എഡ്യൂഫ്ലെയർ നഴ്സിംഗ് പ്ലേസ്മെന്റ് ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, ഒന്ന്, ജർമ്മനിയിലുള്ള എംപ്ലോയേഴ്സ് നേഴ്സുമാരെ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് കൊണ്ടുപോകുന്നത്. എഡ്യൂഫ്ലെയറിന് ആവശ്യമായിട്ടുള്ള നോമിനലായിട്ടുള്ള റെന്യൂമറേഷൻ എല്ലാം ആ എംപ്ലോയർ നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേഴ്സുമാരോട് പണം ചാർജ് ചെയ്യേണ്ട എന്നുള്ളത് നമ്മളുടെ ഒരു തീരുമാനമാണ്. അപ്പം ആ തീരുമാനം എന്ന് പറയുന്നത്, നേഴ്സിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. അവരുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമായതുകൊണ്ടാണ് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ ഈ സർവീസ് നമ്മൾ ചെയ്യുന്നത്. പലപ്പോഴും പല സ്ഥാപനങ്ങൾ പണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന നിലയിലും നേഴ്സുമാരിൽ നിന്ന് പലപ്പോഴും പണം ചാർജ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ഫ്രീ ഓഫ് സർവീസ് അവൈലബിൾ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ പണമുള്ള സ്ഥലത്തൊന്നും പോകേണ്ടതായിട്ടില്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കുറെ മാർക്കറ്റിംഗ് ഗിമ്മിക്കുകളിലൂടെ ഇവര് ഇങ്ങനെ അവരുടെ ഒരു തോട്ട് പ്രോസസ്സിനെ ഡൈവേർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് അവർ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ആയി വാങ്ങി വെക്കുക, എന്നിട്ട് അത് എല്ലാ മാസവും ഒരു 10,000 രൂപ ഒരു സ്റ്റൈഫൻഡ് ആയിട്ട് ആ പൈസ തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് അതുണ്ടാവും. അങ്ങനത്തെ കുറെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് സാറും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഒരു ശരിയായ ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതാണ് പല ഏരിയയിൽ അവരെ മിസ്ലീഡ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിന്റെ ഒരു വ്യൂ എന്താണ് ഈ ഒരു കാര്യത്തിൽ? അതായത് ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ പലപ്പോഴും ഈ കസ്റ്റമറുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് രൂപപ്പെടുത്തുന്നത്. നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന 2 പ്രശ്നങ്ങളാണുള്ളത്. ഒന്നാമത്തെ പ്രശ്നം അവർക്ക് പൈസ കുറവാണെന്നുള്ളൊരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം, അവർ ജോലി വിടുകയാണെങ്കിൽ അവരുടെ വേതനം അല്ലെങ്കിൽ വരുമാനം നിന്നു പോകുന്നുള്ള ഒരു കാര്യം. അപ്പം ഇത് രണ്ടും ഉണ്ടാവുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള പരസ്യങ്ങളാണ് പലപ്പോഴും മാർക്കറ്റിലെ ആളുകൾ കൊണ്ടുവരുന്നത്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഓൺലൈനായി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാം, ജർമ്മനി പോവാം എന്ന് പറയുമ്പോൾ നേഴ്സ് ആലോചിക്കുമ്പോൾ ജോലി വിടണ്ട, ഓൺലൈനായിട്ട് പഠിക്കാൻ ജർമ്മനി പോകാൻ സാധിക്കുമെന്ന് വിചാരിച്ച് കുറേ ആളുകൾ അതിൽ പോയി വീഴും. രണ്ടാമതായിട്ടുള്ളൊരു കാര്യം, വേഗത്തിൽ പോകാം, നിങ്ങൾക്ക് 3 മാസം കൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിയിലെത്താം എന്ന പരസ്യം കാണുമ്പോൾ ഒരു നേഴ്സ് പെട്ടെന്ന് ചാടി വീഴും. കാരണം ഒരു 3 മാസം കൊണ്ട് പഠിച്ച് ജർമ്മനിയിൽ എത്താൻ പറ്റുമെന്നാണ് അവർ ചിന്തിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യമാണ് ഏറ്റവും വിദഗ്ധമായിട്ടുള്ള മാർക്കറ്റിംഗ് പരിപാടി. അതായത് ഇവരുടെ ശമ്പളം നഷ്ടപ്പെടുന്നതിന് വരെ അവർക്ക് ശമ്പളം കൊടുക്കുന്നത് പോലെയാണ്. അതായത് നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മാസം തോറും സ്റ്റൈപ്പൻഡ് ഞങ്ങൾ നൽകും. ആരെ? ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. അവരെങ്ങനെയാണ് നൽകുന്നത്? ആദ്യം നിങ്ങൾ 2 ലക്ഷം രൂപ തരണം. നേഴ്സുമാർ 2 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കുക, അതിൽ നിന്ന് കുറച്ച് പൈസ ഞങ്ങൾ മാസം മാസം നിങ്ങൾക്ക് അങ്ങോട്ട് നൽകും. ഇതിനെ നമ്മൾ പക്ഷേ അങ്ങനെ ക്ലിയർ ആയിട്ട് പറയാതെ നേഴ്സുമാർ നോക്കുമ്പം ജർമ്മൻ ലാംഗ്വേജ് പഠന സമയത്ത് നമുക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ഇങ്ങോട്ട് പണം തരുന്നു എന്നുള്ള നിലയ്ക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയൊക്കെ അവതരിപ്പിക്കുന്നതായിട്ട് കാണാം. അപ്പം എനിക്ക് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട നേഴ്സുമാരോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് അബദ്ധങ്ങളിൽ ഇതിനകം ചാടിയിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അബദ്ധങ്ങളിൽ പോയി ചാടിയിട്ടുള്ള ആളുകൾ നേഴ്സുമാരാണ്. കാരണം അവർക്ക് ഒരു വിദേശ രാജ്യത്ത് പോകണമെന്നുള്ള ആഗ്രഹം വളരെയധികം ഉണ്ട്. അപ്പം ഈ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ പല സ്ഥാപനത്തിലും പണം കൊടുത്തിട്ടുള്ള ഒരുപാട് നേഴ്സുമാരെ പറ്റി എനിക്കറിയാം. ബോംബെയിൽ നിന്നുള്ളവർ, അവരുള്ള അതിൻ്റെ സബ് ഏജന്റുമാർ, അവിടെ ഇവിടെയൊക്കെ പലതും കേട്ട് പണം നഷ്ടപ്പെടുത്തിയ ആളുണ്ട്. നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഉണ്ടാക്കിയ പണം നഷ്ടപ്പെടുത്താനുള്ളതല്ല. നിങ്ങൾ ഇങ്ങനത്തെ മാർക്കറ്റിംഗ് ഗിമ്മിക്സുകൾ കേട്ട് ഒരു സ്ഥാപനത്തിലും പോയി ചേരരുതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ജർമ്മൻ ലാംഗ്വേജ് B2 4 മൊഡ്യൂളുകളും പാസ്സാവണം. എനിക്ക് ജർമ്മൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടാവണം. അത് എവിടെ പഠിച്ചാൽ സാധിക്കും? ഈ ഒറ്റ ഒരു വിഷയത്തിലാണ് നിങ്ങൾ ഗവേഷണം നടത്തേണ്ടത്. ഞാൻ ഏത് സ്ഥാപനത്തിൽ പഠിച്ചാൽ എനിക്ക് ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവാൻ വേണ്ടി സാധിക്കും? ജർമ്മനിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ്, നിങ്ങളുടെ പ്രോസസ്സ്, ഇതെല്ലാം വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. ഒറ്റ ഒരു കാര്യമുള്ളൂ നിങ്ങളുടെ മുന്നിലുള്ള വിഷയം, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സാകും. അപ്പം ഏറ്റവും ക്വാളിറ്റിയുള്ള ജർമ്മൻ ലാംഗ്വേജ് നിങ്ങളെ പഠിപ്പിച്ച് പാസ്സാക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തിൽ ചേർന്ന്
ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ഇൻ്റലിജൻസിൽ നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത്. ഇപ്പോൾ നഴ്സിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് എഡ്യൂഫ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം അത്രയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇപ്പോൾ സാറിനെ സംബന്ധിച്ചാണെങ്കിൽ സാറിന്റെ കുടുംബത്തിൽ സാറിന്റെ അനിയത്തി അടക്കം ഒത്തിരി ആളുകൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായ ട്രാൻസ്ഫോർമേഷൻ സാർ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പം ഒരു തീരുമാനം എടുത്ത് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ഡിസ്കഷൻ, ഈ പോഡ്കാസ്റ്റ് കേട്ട് ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോകാനുള്ള ഉറച്ച തീരുമാനം എടുത്ത് അവരുടെ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ തയ്യാറായിട്ട് അവർ കോഴിക്കോട് എഡ്യൂഫ്ലെയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് എ ചെയർമാൻ ഓഫ് എഡ്യൂഫ്ലെയർ സാർ എന്ത് ഉറപ്പാണ് അവർക്ക് കൊടുക്കുക? എനിക്ക് നേഴ്സുമാരോട് പറയാനുള്ള കാര്യം, ഞാൻ നിങ്ങളുമായി വളരെയധികം ഇമോഷണലി കണക്റ്റഡ് ആണ്. പ്രത്യേകിച്ച് ഞാൻ ഒരു ഗ്രാമപ്രദേശത്തെ ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പം സ്വാഭാവികമായിട്ടും ആ ബാക്ക്ഗ്രൗണ്ടിൽ ധാരാളം കുടുംബത്തിൽ നേഴ്സുമാരുണ്ടാവും. ഇപ്പോൾ എൻ്റെ അനിയൻ്റെ ഭാര്യ നേഴ്സാണ്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരിമാരായിട്ട് ഒരുപാട് ആളുകൾ നേഴ്സുമാരുണ്ട്. പല ആളുകളും പല വികസിത രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. US ജോലി ചെയ്യുന്നവരുണ്ട്, കാനഡയിലുള്ളവരുണ്ട്, UK, അയർലൻഡിൽ, ഓസ്ട്രേലിയയിൽ, ന്യൂസിലൻഡിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, നാട്ടിലും ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ജീവിതത്തിലെ വ്യത്യാസം നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു വികസിത രാജ്യത്ത് പോവുക എന്ന് പറയുമ്പം അത്ര വലിയ ട്രാൻസ്ഫോർമേഷനാണ് അവരുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നത്. അപ്പം നിങ്ങളുടെ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഏറ്റവും ക്വാളിറ്റിയോടുകൂടി നിങ്ങളെ പഠിപ്പിക്കുന്ന, നിങ്ങളുടെ ജർമ്മനിയിലേക്കുള്ള പ്രോസസ്സ് ചെയ്തു ചെയ്യുന്ന ഓർഗനൈസേഷനാണ് എഡ്യൂഫ്ലെയർ എന്ന് അതിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് ഉറപ്പിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ എഡ്യൂഫ്ലെയറിലേക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി വരുന്ന ഒരു നേഴ്സാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരികയില്ല. നിങ്ങൾ ഒറ്റ കാര്യം തീരുമാനിക്കണം, നിങ്ങൾ 8 മാസക്കാലം ഡെഡിക്കേറ്റഡ് ആയി പഠിക്കാൻ തയ്യാറായി എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരിക. നിങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കും, പാസ്സാക്കും, ജർമ്മനിയിലെത്തിക്കും. ഇത് എഡ്യൂഫ്ലെയറിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു സന്ദേശമാണ്. നിങ്ങളിത് തീരുമാനമെടുക്കുക, പഠിക്കാൻ തയ്യാറായി എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വരിക. ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ മാത്രമാണ് അത് പഠിച്ച് പാസ്സായിട്ടുള്ള ആളുകളെ നമുക്ക് അവരുടെ പ്രോസസ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കില്ലേ? തീർച്ചയായും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സായി ജർമ്മനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നേഴ്സുമാർ എഡ്യൂഫ്ലെയറിലേക്ക് വരികയാണെങ്കിൽ അവരുടെ പ്രോസസ്സ് എഡ്യൂഫ്ലെയർ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പേ അവരുടെ ഒരു ലാംഗ്വേജ് അസസ്മെന്റ് എഡ്യൂഫ്ലെയറിൽ നടത്തും. അവർക്ക് ലാംഗ്വേജ് കേപ്പബിലിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കും. ആ കേപ്പബിലിറ്റി അനുസരിച്ചിട്ടാണ്, അതായത് അവർ ഒന്നെങ്കിൽ ഫുള്ളായിട്ട് ലാംഗ്വേജ് അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ആളുകളെല്ലാം എഡ്യൂഫ്ലെയറിൽ എടുക്കാറുണ്ട്. ഫുൾ ലാംഗ്വേജ് കപ്പാസിറ്റി ഉള്ള ആളുകളെ നേരിട്ട് ഇൻ്റർവ്യൂവിലേക്ക് അയക്കും. ലാംഗ്വേജിൽ എന്തെങ്കിലും വിധത്തിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആവശ്യമുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള കോച്ചിങ്ങുകൾ നമ്മൾ നൽകിക്കൊണ്ട് അവരെ പിന്നീട് പ്രോസസ്സിലേക്ക് നമ്മൾ കടത്തി വിടുന്നുണ്ട്. അങ്ങനെ എല്ലാ നേഴ്സുമാർക്കും, എഡ്യൂഫ്ലെയറിൽ പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും എല്ലാവർക്കും ജർമ്മനിയിലേക്കുള്ള നേഴ്സിംഗ് പ്ലേസ്മെന്റ് പ്രോസസ്സ് എഡ്യൂഫ്ലെയർ നൽകുന്നുണ്ട്. സർ, പലപ്പോഴും നഴ്സുമാർ തീരുമാനം എടുക്കാത്തതിന്റെ ഒരു റീസൺ ജർമ്മൻ ഭാഷ പാസ്സാകാൻ പറ്റൂല്ല എന്നുള്ളൊരു സന്ദേഹം അവർക്കുള്ളത് കൊണ്ടാണ്. അപ്പം അവരോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. അതായത് നേഴ്സുമാരോട് എനിക്ക് പറയാനുള്ളത്, അതായത് നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവുകയോ ഇല്ലയോ എന്നുള്ള യാതൊരു ആശങ്കകളും വെച്ച് പുലർത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എൻഡ് ഗോളായിട്ടുള്ള പാസ്സാവുക എന്നതിലേക്കല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠനത്തിൻ്റെ പ്രോസസ്സിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആ ലാംഗ്വേജ് പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ എഫക്റ്റീവായിട്ട് ചെയ്താൽ റിസൾട്ട് എന്ന് പറയുന്ന ബൈ പ്രൊഡക്റ്റ് ആണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഇപ്പം നിങ്ങൾ എഡ്യൂഫ്ലെയറിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തീരുമാനിച്ചു വരുന്ന ഒരു നേഴ്സാണെങ്കിൽ ഞാൻ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ അനുവർത്തിക്കാൻ തയ്യാറാവണം. ഈ 4 കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ നേഴ്സുമാരും ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവും, ജർമ്മനി പോകും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എഡ്യൂഫ്ലെയറിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് 95% ക്ലാസ് റൂം അറ്റൻഡൻസ് നിർബന്ധമാണ്. കാരണം ഒരു ലാംഗ്വേജ് പഠനം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ റെഗുലറായിട്ട് ക്ലാസ്സിൽ വരാൻ തയ്യാറുള്ള ഒരു വിദ്യാർത്ഥിയായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എഡ്യൂഫ്ലെയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് സാറ്റർഡേ എക്സാം എന്ന് പറയുന്നത്. അതായത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പഠിക്കുന്ന പാഠഭാഗങ്ങൾ ശനിയാഴ്ച പരീക്ഷ ഇട്ടതിന് ശേഷമാണ് പിന്നത്തെ തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങുന്നത്. അതായത് എഡ്യൂഫ്ലെയറിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും പഠനത്തെ സീരിയസ് ആയി കാണണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ തിങ്കളാഴ്ച ക്ലാസ് വരുമ്പോൾ തന്നെ നമുക്ക് അറിയണം ശനിയാഴ്ച എക്സാം ഉണ്ടെന്നുള്ള കാര്യം. തിങ്കളാഴ്ച തന്നെ നിങ്ങൾക്ക് ശനിയാഴ്ചത്തെ എക്സാമിൻ്റെ
ബ്ലൂ പ്രിന്റ് നിങ്ങളുടെ കയ്യിൽ അധ്യാപകർ നൽകും. അടുത്ത ശനിയാഴ്ച എന്തൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നത് അതെല്ലാം പഠിക്കണം എന്നുള്ള കാര്യം. അപ്പം ശനിയാഴ്ചത്തെ എക്സാമിന് നിങ്ങൾക്ക് 95% അറ്റൻഡൻസ് നിർബന്ധമാണ്. നിങ്ങൾ ക്ലാസ്സിൽ വന്നു പോയാൽ പോരാ, സാറ്റർഡേ എക്സാം നിങ്ങൾ എഴുതണം. മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ലാംഗ്വേജ് പഠനമായതുകൊണ്ട് അധ്യാപകർ നിങ്ങൾക്ക് ഹോം വർക്കുകളോ അസൈൻമെന്റുകളോ ഒക്കെ തന്നുവിടും, നിങ്ങൾ വീട്ടിലോ ഹോസ്റ്റലിൽ എത്തി ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായി ചെയ്ത് അധ്യാപകരെ കാണിക്കണം. നിങ്ങൾ ChatGPT ഉപയോഗിച്ച് എഴുതാനോ ക്ലാസ്സിൽ ചെയ്തു വന്നവരുടെ കോപ്പി അടിച്ച് അധ്യാപകരെ കാണിക്കാനോ ശ്രമിക്കരുത്. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഹോംവർക്കുകളും അസൈൻമെന്റുകളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങളെ 4 മണിക്കൂർ അധ്യാപകർ പഠിപ്പിക്കും. നിങ്ങൾക്ക് ഒരു ദിവസം 24 മണിക്കൂർ, 4 മണിക്കൂർ കഴിഞ്ഞ് 18 മണിക്കൂർ നിങ്ങൾക്ക് ബാക്കിയുണ്ട്. നിങ്ങൾ ഹോസ്റ്റലിലോ വീട്ടിലോ എത്തിയാൽ ഏറ്റവും മിനിമം ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും, ഞാൻ ഏറ്റവും മിനിമം ആണ് പറയുന്നത്, 2 മണിക്കൂറെങ്കിലും ഡെയിലി പഠനത്തിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം. നിങ്ങളുടെ സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം. അപ്പോൾ 4 കണ്ടീഷൻ ഞാൻ ഒരിക്കൽ കൂടി പറയാൻ വേണ്ടി വിചാരിക്കുകയാണ്. ഒന്ന്, നിങ്ങൾക്ക് 95% ക്ലാസ് റൂം അറ്റൻഡൻസ് വേണം. 95% സാറ്റർഡേ എക്സാം അറ്റൻഡൻസ് വേണം. ഹോംവർക്കുകളോ അസൈൻമെന്റുകളോ സ്വന്തമായി ചെയ്യണം. നിങ്ങൾ 2 മണിക്കൂർ സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി ഡെയിലി മാറ്റി വെക്കണം. ഈ 4 പ്രോസസ്സുകൾ ചെയ്യുന്ന എല്ലാ നഴ്സുമാരും ജർമ്മൻ ലാംഗ്വേജ് B2 4 മൊഡ്യൂളും പാസ്സാവും. അവർക്ക് ജർമ്മനിയിലേക്ക് പോകാനും വേണ്ടി സാധിക്കും. അപ്പം നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ട കാര്യം ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവുമോ ഇല്ലയോ എന്ന കാര്യമല്ല, ഈ 4 പ്രോസസ്സുകൾ ചെയ്യാൻ ഞാൻ തയ്യാറാണോ എന്ന കാര്യമാണ് നിങ്ങൾ നിങ്ങളോട് ചോദിക്കേണ്ടത്. നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉത്തരം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഡ്യൂഫ്ലെയറിൽ ചേരാം, ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാം. ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.